ഏറെ പേർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത്. മെഡിറ്റേഷൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു സ്ഥലവും സമയവും അതെല്ലാം കണ്ടെത്തുന്നു. എന്നിട്ട് നമ്മളത് തുടങ്ങാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ, നമ്മൾ കണ്ണടച്ചിരുന്ന് കഴിയുമ്പോഴാണ് ചിന്തകളുടെ ബാഹുല്യം, ഏതൊക്കെ തരത്തിലുള്ള ചിന്തകൾ എവിടെ നിന്നെല്ലാം കയറി വരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥ. പലപ്പോഴും മെഡിറ്റേഷൻ ട്രൈ ചെയ്തിട്ടുള്ള പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ലളിതമായൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തോട്ട്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബ്രീത്തിങ് ഹാർമോണിയസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ ആ രീതിയിൽ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. പകരം ഏതെങ്കിലും ഒരു മന്ത്രം, ഒരു ചെറിയ മന്ത്രം നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ച്, അതായത് നമ്മൾ നല്ല ടെൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ ഫാസ്റ്റായിട്ട് ജപിക്കുക. ഉദാഹരണത്തിന് ഒരു ബ്രീത്തിൽ തന്നെ ഒരുപാട് പ്രാവശ്യം, ഇപ്പോൾ ഒരു ലോങ് ബ്രീത്ത് എടുക്കുന്നു, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ എന്നോ, ഓം ഗം ഗണപതേ നമ, ഓം ഗം ഗണപതേ നമ, ഇങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്രം നമ്മൾ ഫാസ്റ്റായിട്ട് വളരെ നേരം ജപിക്കുക. അപ്പോൾ സാവധാനം മനസ്സ് അതിനകത്ത് ഏകാഗ്രമായി മറ്റൊന്ന് ശ്രദ്ധിക്കുവാനുള്ള, മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുവാനുള്ള ഒരു സമയം നമ്മൾ അനുവദിക്കുന്നില്ല. അതാണ് അവിടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്കതിൻ്റെ സ്പീഡും ലൗഡ്നെസ്സും കുറച്ച് കൊണ്ടുവന്ന് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഇങ്ങനെ വന്ന് സൈലൻസിലോട്ട് പോകാം, മെഡിറ്റേഷനിലോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ട് മന്ത്രം വേറെ എന്തെങ്കിലും സ്വരങ്ങളായിക്കൂടെ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഈശ്വരവിശ്വാസി അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ഒരു അർത്ഥം മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ഇതൊരു വാക്കുകൾ മാത്രമായി കൺസിഡർ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഓം ഗം ഗണപതയേ നമ, അല്ലെങ്കിൽ ഏതെങ്കിലും ബീജമന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പകരം വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തത്തമ്മേ പൂച്ച എന്നോ അല്ലെങ്കിൽ മ്യാവു മ്യാവു എന്നോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ മന്ത്രങ്ങളുടെ വൈബ്രേഷൻ, ആ സ്വരങ്ങളുടെ വൈബ്രേഷൻ, കാരണം മന്ത്രങ്ങൾ ഛന്ദസ്സുകളാൽ നിബദ്ധമാണ്, അനുഷ്ഠിപ്പ് പോലുള്ള ഛന്ദസ്സുകളാൽ നിർമ്മിതമാണ്, അനുസ്വാരം പോലുള്ള ശക്തമായ വൈബ്രേഷണൽ സൗണ്ട്സാൽ നിർമ്മിതമാണ്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം, ഇങ്ങനെയൊക്കെയുള്ള അം എന്ന് പറയുന്ന അനുസ്വാര ശബ്ദങ്ങളുടെ വൈബ്രേഷണൽ പവർ മന്ത്രങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെ തീർച്ചയായിട്ടും നിങ്ങളെ ഏകാഗ്രതയിലേക്ക് നയിക്കുവാനും അതിലൂടെ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും.